നിങ്ങളെ സൂറത്ത് മുൽക്ക് അതാണ് നാം തുടങ്ങി വെച്ചത്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ പ്രപഞ്ചത്തിന്റെ ആധിപത്യം ആരുടെ നിയന്ത്രണത്തിലാണോ ഉള്ളത് അവൻ പരിശുദ്ധനാണ്, അവൻ എല്ലാം തികഞ്ഞവനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇന്നലെ പറഞ്ഞു വെച്ചു അല്ലെ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവന്റെ അടിമകളെ ഏത് നിലക്ക് അവൻ ഇവിടെ കൊണ്ടുവരണം എന്ന് എല്ലാ വിഷയത്തിലും അവൻ കഴിവുള്ളവനാണ്, എല്ലാ വിഷയത്തിലും അവൻ കൈകാര്യം ചെയ്യുന്നവനാണ്. ഇതാണ് പറഞ്ഞു വെച്ചു. പിന്നെ പറഞ്ഞു അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, ആരാണ് അല്ലാഹു? മരണത്തിനെയും അവൻ സൃഷ്ടിച്ചു, വൽ ഹയാത്ത, ജീവിതത്തിനെയും അവൻ സൃഷ്ടിച്ചു. മരണത്തിനെയും അവൻ പടച്ചു, വൽ ഹയാത്ത, ഹയാത്തിനെയും പടച്ചു. എന്തിനാണ് മരണത്തിനെയും ഹയാത്തിനെയും പടച്ചത്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ, ആരാണ് ഇവിടെ നല്ല നിലക്ക് ജീവിക്കുന്നത്, അള്ളാഹു പറഞ്ഞതുപോലെ ആരാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി മരണത്തെയും അതേപോലെ ഹയാത്തിനെയും അള്ളാഹു തആല പടച്ചു. ഇവിടെ പറഞ്ഞത് അല്ലദീ ഖലഖൽ മൗത, അള്ളാഹു തആല മൗത്തിനെ സൃഷ്ടിച്ചു, വൽ ഹയാത്ത, ഹയാത്തിനെയും സൃഷ്ടിച്ചു. യഥാർത്ഥത്തിൽ നമുക്ക് കാണുന്നത് ആദ്യം ഹയാത്താണ് അല്ലെ, പിന്നീടാണ് മരണം. അങ്ങനെ പറയാനുള്ള സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ജീവിതവും മരണവും, ഞങ്ങളുടെ ജീവിതവും മരണവും, ഫസ്റ്റ് ജീവിതം പിന്നെ മരണം. ഇതിലേക്ക് മുഫസ്സിരീങ്ങൾ തഫ്സീർ പറഞ്ഞു. എന്താണ് അല്ലാഹു തആല മൗത്തിനെ ആദ്യം പറയാനുള്ള കാരണം? ഒരുപാട് മുഫസ്സിരീങ്ങൾ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു വ്യാഖ്യാനം മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ജീവിതത്തിനേക്കാളും പ്രാധാന്യം മൗത്തിനിക്കാണ്, ജീവിതത്തിനേക്കാളും പ്രാധാന്യം മരണത്തിന് ശേഷമുള്ള ജീവിതമാണ്. അതുകൊണ്ടാണ് മരണത്തിനെ കുറിച്ച് മുമ്പ് പറഞ്ഞത്. അതങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് മുഫസ്സിരീങ്ങൾ പറഞ്ഞു മരണത്തിനെയാണ് അല്ലാഹു ആദ്യം സൃഷ്ടിച്ചത്. മരണം ചൊന്ന് എന്താണ്? മരണം ചൊന്ന് എന്തിന്? മൗത്തും ചൊന്ന് എന്തിന്? അത് ഞങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞങ്ങളുടെ ശരീരത്തിലുള്ള ആത്മാവ്, ഈ റൂഹ് വിട്ടുപിരിഞ്ഞ് പോകുന്നതിനേക്കാണ് മൗത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ നടക്കാനും ഇരിക്കാനും സംസാരിക്കാനും എല്ലാം നമുക്ക് കഴിയുന്നു. അതേ സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ഈ ബോഡിയിലുള്ള ഈ ആത്മാവ് റൂഹ് എന്ന് വിട്ടുപിരിഞ്ഞാൽ പിന്നെന്തായി? മരണമായി. പിന്നെ ഉസ്താദ് എന്നല്ല പറയുന്നത്, ഇതിന് ഉസ്താദിന്റെ മയ്യത്തിയപ്പ എടുക്കുന്ന, ഞങ്ങൾ ഇബ്രാഹിച്ചിനെ മയ്യത്തിയപ്പ എടുക്കുന്ന, തങ്ങളെ മയ്യത്തിയപ്പ എടുക്കുന്ന, തങ്ങളെപ്പ എടുക്കുന്ന ആരും കേൾക്കുന്നില്ല. ആചാര എടുക്കുന്ന ആരും, ആചാരം മയ്യത്തിയപ്പോഴാണ് എടുക്കുന്നത്. ആ ആചാറ് ഉസ്താദ് പറയുന്ന ആ ആത്മാവ്, ആ റൂഹ്, ആ ശരീരത്തിന്റെ വിട്ടുപിരിയലോട് കൂടി അതാ മരണം സംഭവിച്ചു. അതുപോലെയുള്ളൊരു ലോകം ആദ്യമായിട്ട് അല്ലാഹു സൃഷ്ടിച്ചത് മൗത്തിനെയാണ്. നമ്മളെ റൂഹ് ആത്മാക്ക ലോകത്തായിരുന്നു, അന്നതിനക്ക് ചലനമുണ്ടായിട്ടില്ല. ആത്മാക്ക ലോകത്ത് ആദ്യമായിട്ട് അല്ലാഹു റൂഹിനെ പഠിച്ചു. പിന്നീട് ഉമ്മാന്റെ ഗർഭാശയത്തിൽ ആ ആത്മാവിനെ ചലിപ്പിക്കാൻ വേണ്ടി ആ ആത്മാവിനുള്ള ബോഡിയെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ സൃഷ്ടിക്കുന്നു. മനസ്സിലാക്കണം, ഉമ്മാന്റെ ഗർഭാശയത്തിൽ ആ ആത്മാവിനെ, ആ റൂഹിനെ ചലിപ്പിക്കാനുള്ള ബോഡി ഉമ്മാന്റെ ഗർഭാശയത്തിൽ തയ്യാറാവുകയാണ്. അങ്ങനെ 4 മാസം പ്രായമാകുമ്പോൾ, 4 മാസമാകുമ്പോൾ ആ ബോഡിക്ക് കണ്ണും കൈയും കാലും എല്ലാം കൊടുത്ത് അല്ലാഹു തആല ഈ ആത്മാവാകുന്ന റൂഹിനെ അല്ലാഹു തആല ഊതുകയാണ്, കൊണ്ടുവച്ച് ഘടിപ്പിക്കുകയാണ്. അതാ ആദ്യം മൗത്ത്. റൂഹിനെ അല്ലാഹു തആല പഠിച്ചു, അന്നതിലേക്ക് ചലനമില്ല, ഒന്നുമില്ല. അതാണ് ഖലഖൽ മൗത, മരണത്തിനെയാണ് അല്ലാഹു തആല പഠിച്ചത്.
വൽ ഹയാത്ത, പിന്നീട് ഹയാത്തിനെ പടച്ചു. അതായത് ആത്മാവാകുന്ന ആ റൂഹിനെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ തയ്യാറാക്കി വെച്ച ബോഡിയിലേക്ക് കൊണ്ടുവച്ചപ്പോൾ അതാ കിടാവു കാല് വലിക്കാനും കൈവലിക്കാനും ആ ഉമ്മാന്റെ ലോകത്ത് തുടങ്ങി. അതിനിക്ക് ചലനമുണ്ടായി, അതിനിക്ക് ഹയാത്തുണ്ടായി. അപ്പൊ ആദ്യം ഏതാണ് പഠിച്ചത്? റൂഹാകുന്ന ആത്മാവ്, അത് മരണം. ആ മരണത്തിനെയാണ് അള്ളാഹു തആല പഠിച്ചത്. അത് പരിശുദ്ധമായ ഖുർആൻ വേറെയും ഒരുപാട് സ്ഥലത്ത് ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. വേറെയും പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ് പഠിപ്പിച്ചത്? അമത്ത ഫിനതൈനി വ അഹ്യൈത ഫിനതൈനി. അതായത് നാളെ കാഫിരീങ്ങൾ നരകത്തിലിട്ട് അവര് ആ നരകത്തിട്ട് ആളിക്കത്തുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, നാളെ ഖിയാമത്ത് നാളിൽ കാഫിരീങ്ങളെയും ധിക്കാരികളെയും നരകത്തിലിട്ടിട്ട് അവിടന്ന് കത്തിക്കുമ്പോൾ അവർ പറയും, അല്ലാ, ഞങ്ങൾക്ക് നീ 2 മരണം തന്നു, ഞങ്ങൾക്ക് നീ 2 മരണം തന്നു. വഹ്യൈത ഫിനതൈനി, 2 ഹയാത്തും ഞങ്ങൾക്ക് നീ തന്നു. 2 മരണവും ഞങ്ങൾക്ക് നീ തന്നു, 2 ഹയാത്തും ഞങ്ങൾക്ക് നീ തന്നു. ആ 2 മരണത്തിലും 2 ഹയാത്തിലും ഞങ്ങൾക്ക് വേണ്ടതുപോലെ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ 2 മരണവും 2 ഹയാത്തും ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങൾക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഫഅതറഫ്നാ ബിദുനൂബിനാ, അല്ലാഹുവേ, ഞങ്ങൾ തെറ്റ് ചെയ്തിരിക്കുന്നു, ഞങ്ങൾ തെറ്റിനെ ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങൾക്ക് 2 ഹയാത്തും 2 മരണവും നീ തന്നു, അതിൽ ഞങ്ങൾ പാഠം പഠിച്ചിട്ടില്ല. ഇപ്പോൾ ഇതാ ഫഅതറഫ്നാ ബിദുനൂബിനാ, ഞങ്ങൾ ചെയ്ത തെറ്റ് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. അല്ലാഹ്, ഫഹൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ, ഈ ആളിക്കത്തുന്ന നരകത്തിനിട്ട് പുറത്തു വന്ന് ദുനിയാവിലുള്ള ജീവിതം ഒന്ന് കിട്ടി നന്നായി ജീവിക്കാൻ ഒരു അവസരം ഞങ്ങൾക്കുണ്ടോ? ആദ്യം 2 ജീവിതം 2 മരണം നീ തന്നു, അതിൽ ഞങ്ങൾ പാഠം പഠിച്ചില്ല. ഇപ്പോൾ പൂർണ്ണമായിട്ട് നിന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങളെ തെറ്റ് കാരണം കൊണ്ടാണ് ഈ ആളിക്കത്തുന്ന നരകത്തിൽ വീണത്. ഒന്ന് പുറത്തു വരാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും വഴിയുണ്ടോ? ഇനി ഞങ്ങൾ നന്നായി ജീവിക്കും. ഏതാണ് ആ 2 ജീവിതം 2 മരണം? ഒന്ന് ആത്മാക്കൾക്കുള്ള രോഗമാകുന്ന ആ റൂഹായിരുന്നു മരണം. 2ാമത് ഉമ്മാന്റെ ഗർഭാശയത്തിൽ കൊണ്ടുവന്ന് അതിനൊക്കെ ഹയാത്തിട്ടു. അത് 2ാമത്തെ ഹയാത്ത്. 1ാമത്തെ ഹയാത്ത്. പിന്നീട് ഞങ്ങൾ ദുനിയാവിൽ ജീവിച്ചു. അതാ 2ാമത് ഞങ്ങൾ മരണപ്പെട്ടു പോയി ഖബറിലേക്ക്. 2ാമത്തെ ഹയാത്ത് ഏതാണ്? ഖബറിനിട്ട് 2ാമത് ഞങ്ങൾ ഹയാത്താകുന്നു. അപ്പൊ 2 മരണം 2 ഹയാത്ത് നമ്മൾക്കുണ്ട്. അത് പരിശുദ്ധമായ ഖുർആനിൽ വേറെയും സൂറത്തുൽ ബഖറയിൽ മറ്റൊരു ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. കൈഫ തക്ഫുറൂന ബില്ലാഹ്, എങ്ങനെയാണ് അല്ലാഹുവിനെ നിങ്ങൾ നിഷേധിക്കുന്നത്? കൈഫ തക്ഫുറൂന ബില്ലാഹ്, എങ്ങനെയാണ് അല്ലാഹുവിനെ ധിക്കരിച്ച് നിങ്ങൾ നടക്കുന്നത്? വകുന്തും അംവാതാ, നിങ്ങൾ മരിച്ചവരായിരുന്നില്ലേ? ആത്മാക്കൾ ലോകത്തിൽ നിങ്ങൾ മരിച്ചവരായിരുന്നു. ഫഅഹ്യാക്കും, പിന്നീട് അല്ലാഹു നിങ്ങളെ ഹയാത്താക്കില്ലേ? ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിങ്ങൾക്ക് ചലിക്കാനുള്ള ബോഡിയെ അവിടുന്ന് തയ്യാർ ചെയ്ത് ആ ബോഡിയിൽ കൊണ്ടുവന്ന് ഘടിപ്പിച്ചപ്പോൾ നിങ്ങൾ അല്ലാഹു തആല ഹയാത്താക്കി. സുമ്മ യുമീതുക്കും, പിന്നീട് ഈ ദുനിയാവിട്ട് അല്ലാഹു വീണ്ടും മരിപ്പിച്ചു. സുമ്മ യുഹീക്കും, പിന്നീട് അല്ലാഹു നിങ്ങളെ ഹയാത്താക്കുന്നുണ്ട്. സുമ്മ ഇലൈഹി തുർജഊൻ, പിന്നീട് അള്ളാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടും. പിന്നെ മരണമില്ല. അപ്പൊ 2 മൗത്ത് 2 മരണം. ആദ്യം അള്ളാഹു സൃഷ്ടിച്ചത് മൗത്താണ്. അതാണ് ഖലഖൽ മൗത, അള്ളാഹു തആല മരണത്തെ പടച്ചു. വൽ ഹയാത്ത, അള്ളാഹു തആല ഹയാത്തിനെ പടച്ചു. മിനിങ്ങളെ, മുത്തുനബിന്റെ ഹദീസുണ്ട്. കാരണം ഈ മനുഷ്യർ എന്നത് നന്ദി കെട്ടവരാണ്, വല്ലാത്ത അഹങ്കാരികളാണ്.
10 ഉറുപ്പ കയ്യിൽ വരുമ്പോൾ, ചെറിയ ഒരു സമ്പത്ത് കയ്യിൽ കിട്ടുമ്പോൾ അള്ളാഹുവിനെ മറന്നു ജീവിക്കുന്ന ഒരു അടിമകളാണ് മനുഷ്യ സമൂഹം. പിന്നെ അള്ളാഹുവിനെ ഓർമ്മയില്ല, ബാപ്പയെ ഓർമ്മയില്ല, ഉമ്മയെ ഓർമ്മയില്ല, അയൽവാസികളെ കാണുന്നില്ല. 10 ഉറുപ്പ കയ്യിൽ കിട്ടുമ്പോൾ അഹങ്കാരം വന്നുപോയി. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, 3 കാര്യം അള്ളാഹു തആല ഒരാൾക്ക് നൽകുന്നില്ലെങ്കിൽ, മനുഷ്യർക്ക് നൽകുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ തല കുനിക്കൂലാണ് മനുഷ്യന്മാർ. 3 കാര്യം അള്ളാഹു ഞങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ, ഞങ്ങളുടെ മുന്നിലില്ലെങ്കിൽ ഒരിക്കലും അള്ളാഹുവിന്റെ മുമ്പിൽ തല കുനിച്ചുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കൂല. പക്ഷെ 3 കാര്യം ഉള്ളത് കൊണ്ട് ഒരാൾക്കും അഹങ്കാരത്തോടെ നടക്കാൻ കഴിയുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസാണ്, ലൗലാ സലാസു മാ തഅതഅ ഇബ്നു ആദം റഅസഹു അൽ ഫഖ്റു വൽ മറളു വൽ മൗതു. 3 കാര്യം, ലൗലാ സലാസു മാ തഅതഅ ഇബ്നു ആദം, 3 കാര്യം ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യ സമൂഹം അള്ളാഹുവിന്റെ മുമ്പിൽ തല കുനിച്ച് നടക്കൂലായിരുന്നു. ഏതാണ് ആ 3 കാര്യം? ഒന്ന്, അൽ ഫഖ്റു, ദാരിദ്ര്യം, ഫക്കീർ തരം. ഇത് ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ തല കുനിച്ച് നടക്കൂല, അഹങ്കാരികളായി നടക്കുമായിരുന്നു. അതല്ലേ ഖാറൂന്റെ ചരിത്രം. ഖാറൂൻ അറിയില്ലേ? മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂട്ടാളിയായിരുന്നു. മൂസാ നബി ഇസ്ലാമിന്റെ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു. ആ ഖാറൂനിക്ക് എന്താണ് സംഭവിച്ചത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, 3 കാര്യം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും മനുഷ്യൻ തല കുനിച്ച് നടക്കൂല. അതിൽ ഒന്നാമത്തെ അൽ ഫഖ്റു, ഫഖീർ തരം. ഇവിടെ എപ്പോഴും സമ്പത്തും നല്ല നിഅമത്തിലായിരുന്നെങ്കിൽ മനുഷ്യൻ ഒരിക്കലും അള്ളാഹുവിനെ പേടിക്കൂലായിരുന്നു. പക്ഷെ ദരിദ്രത്തെ മനുഷ്യൻ പേടിക്കും, അതിന്റെ മുമ്പിൽ അവൻ പരാജയപ്പെട്ടു പോകും. എന്താണ് ഖാറൂനിക്ക് സംഭവിച്ചത്? ഇൻഷാ അല്ലാഹ് ആ ഹദീസും ബാക്കിയുള്ള കാര്യങ്ങൾ നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം. അർഹമർ റഹീമായ അല്ലാഹുവേ, ഞങ്ങളെ നീ ഖബൂലാക്കണം റഹ്മാനെ, ഞങ്ങളെ നീ ഖബൂലാക്കണം റഹ്മാനെ. പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ, കേൾക്കാൻ, പഠിപ്പിക്കാൻ വേണ്ടി ഇരുന്നതാണ്. അല്ലാഹുവേ, ഈ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് നീ ശുദ്ധിയാക്കണം അല്ലാ, ഞങ്ങളെ ഖൽബ് നീ ശുദ്ധിയാക്കണം അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളെ അല്ലാഹുവേ നീ അഫൂ ചെയ്യണം റഹ്മാനെ, നീ അഫൂ